വൈരുദ്ധ്യാത്മക ഭൗതികവാദം എവിടെ സഖാവേ ഇന്നത്? ചോദ്യം ചോദിച്ചത് ഞാനല്ല, കേരളീയ സമൂഹമാണ്. കഴിഞ്ഞ ദിവസം ഒരു ചിത്രം കാണാൻ ഇടയായി. മാതാ അമൃതാനന്ദമയി എന്ന ആൾ ദൈവത്തിന്റെ നെറുകയിൽ ചുംബിക്കുന്ന കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ ചിത്രം. മാതാ അമൃതാനന്ദമയിയെ വിശ്വസിക്കുന്ന, ആരാധിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുള്ള സംസ്ഥാനമാണ് കേരളം. നിരവധിയായ ചാരിറ്റി പ്രവർത്തനങ്ങളും അമൃതാനന്ദമയി മഠം ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. ഞാൻ അമൃതാനന്ദമയിയെ തള്ളിപ്പറയാനും ഒരുക്കമല്ല. പക്ഷേ അമൃതാനന്ദമയിയെ തള്ളിപ്പറഞ്ഞ, അമൃതാനന്ദമയിയുടെ മഠത്തിൽ നടത്തുന്ന സാൻമാർഗിക പ്രവർത്തനങ്ങളെ കുറിച്ച് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പേരെന്താണെന്ന് അറിയുമോ? പിണറായി വിജയൻ. അതേ പിണറായി വിജയൻ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അമൃതാനന്ദമയിയുടെ മഠത്തിൽ നടന്ന ഒരു ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കൈരളി ചാനലിൽ ഒരു സന്യാസിനിയെ വിളിച്ചിരുത്തി മണിക്കൂറുകൾ ഇന്റർവ്യൂ ചെയ്ത വ്യക്തിയുടെ പേരെന്താണെന്ന് അറിയുമോ? ജോൺ ബ്രിട്ടാസ്, CPM-ന്റെ ഇന്നത്തെ രാജ്യസഭ MP ആണ്. ഇത്തരത്തിലുള്ള അമൃതാനന്ദമയി മഠത്തിനെ കിട്ടുന്ന അവസരങ്ങളെല്ലാം തള്ളിപ്പറയുന്ന CPM-ന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കൊല്ലം വള്ളിക്കാവിലെ അമൃതാനന്ദമയി ആശ്രമത്തിലേക്ക് ഓടിയെത്തി അമൃതാനന്ദമയി ദേവിക്കെന്തോ അവാർഡ് സമ്മാനിച്ച് അവരുടെ നെറുകയിൽ ചുംബിക്കുന്നവരെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രം. CPM-ന്റെ ഭൗതികവാദത്തിന് എന്തോ തെറ്റുപറ്റി എന്നതിന്റെ തോന്നലായി ജനങ്ങൾക്ക് തോന്നിയിരിക്കുകയാണ്. 4 വോട്ടിന് വേണ്ടി ആദർശം പണയം വെക്കാൻ CPM-കാർ തയ്യാറായി എന്നതിന്റെ നേർചിത്രമായി മാറുകയാണ് അമൃതാനന്ദമയി മഠത്തിലെ ഈ ചിത്രം. വോട്ടിന് വേണ്ടി ആരെയും തലോടാനും തല്ലാനും CPM-ന് മടിയില്ല എന്ന് നമ്മൾ നേരത്തെ എല്ലാം കണ്ടതാണ്. സമാനമായ അവസ്ഥയാണ് അമൃതാനന്ദമയി മഠവുമായി ബന്ധപ്പെട്ട് CPM ഇപ്പോൾ നടത്തിപ്പോരുന്നത്. എന്തു ചെയ്യാനാണ്? വയറിന്റെ പ്രശ്നമല്ലേ? അരച്ചാൻ വയറിന് വേണ്ടി എന്തു ധിക്കാരവും ആദർശം ആരുടെ മുന്നിലും പണയം വെക്കാൻ തങ്ങൾ ഒരുക്കമാണ് എന്ന CPM-ന്റെ ഇപ്പോഴത്തെ നവ മാർക്സിസ്റ്റ് രീതിക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമതും അധികാരത്തിൽ വരണം. അധികാരം പ്രസ്റ്റീജ് കേസാണ് CPM-ന്. കാരണം ഇന്ത്യയിൽ, കേരളത്തിലല്ലാതെ മറ്റൊരു സംസ്ഥാനത്തും CPM-ന് അധികാരമില്ല. അതുകൊണ്ട് ഇത്തവണയും എന്ത് വില കൊടുത്തും കേരളത്തിൽ അധികാരം നിലനിർത്തണം. അതിനുവേണ്ടി അമൃതാനന്ദമയിയുടെയും ആരുടെ കാല് പിടിക്കാനും CPM ഒരുക്കമാണ്. ഒരു ഭാഗത്ത് വെള്ളാപ്പള്ളി നടേശന്റെ കാല് തിരുമുന്നു, മറുഭാഗത്ത് G സുകുമാരൻ നായരുടെ കാല് തിരുമുന്നു. ഇപ്പോൾ അമൃതാനന്ദമയിയുടെ അടുക്കലെത്തി അവരെ കെട്ടിപ്പിടിച്ച് നെറുകയിൽ ചുംബിക്കാനും CPM തയ്യാറാവുകയാണ്. സമസ്ത നേതാക്കന്മാരെ സർവരെയും തലോടുന്ന, ഹിന്ദു സന്യാസിമാരെ താലോലിക്കുന്ന CPM-ന്റെ പൊയ്മുഖമാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൾ ദൈവങ്ങൾക്ക് കച്ചേരി മെട്ടുന്ന, ആൾ ദൈവങ്ങൾക്ക് താരാട്ടുപാടുന്ന CPM അല്ല തങ്ങളെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന CPM ഇപ്പോൾ എവിടെ എത്തിയെന്ന് നമ്മൾ തിരിച്ചറിയണം. അധികാരത്തിന്റെ അപ്പക്കഷ്ണം നുണയാൻ ആരോടൊപ്പവും ഞങ്ങൾ കൂട്ടുകൂടുമെന്ന് CPM തെളിയിച്ചിരിക്കുകയാണ്. പണ്ട് EMS പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിനെ തകർക്കാൻ ഏത് ചെകുത്താനെയും ഞങ്ങൾ കൂട്ടുപിടിക്കുമെന്ന്. അതുതന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഏത് ചെകുത്താന്മാരെയും കൂട്ടുപിടിക്കുന്നത് കോൺഗ്രസിനെ തകർക്കാനല്ല, തങ്ങളുടെ അധികാരം ഊട്ടിയുറപ്പിക്കാൻ, തങ്ങളുടെ അധികാരം ഉറപ്പാക്കാൻ വേണ്ടി ആരെയും ചേർത്ത് പിടിക്കാൻ CPM-ന് മടിയില്ലാതായിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കന്മാർ അമൃതാനന്ദമയിയുടെ അടുത്ത് പോകാറുണ്ട്. അവർ അമൃതാനന്ദമയി ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല. അമൃതാനന്ദമയെ മാത്രമല്ല, ഇത്തരത്തിൽ ഒരു സന്യാസിമാരെയും സന്യാസിനിമാരെയും ഇതുവരെ ഒരു കോൺഗ്രസ് നേതാവും തള്ളി പറഞ്ഞിട്ടില്ല. കാരണം കോൺഗ്രസിന്റെ ആശയം അതല്ല. പക്ഷേ അമൃതാനന്ദമയെ തള്ളിപ്പറഞ്ഞ, അമൃതാനന്ദമയുടെ ആശ്രമത്തെ അവഹേളിച്ച, കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അമൃതാനന്ദമയെ സൈബർ സഖാക്കൾ തള്ളിപ്പറയുമ്പോൾ അതേ അമൃതാനന്ദമയുടെ കാൽക്കൽ വീണ് നമസ്കരിക്കാൻ പറഞ്ഞു പോയ പാപങ്ങൾ പൊറത്തു തരണം അമ്മേ എന്ന് പറഞ്ഞ നെഞ്ചത്തടിച്ച് കരയുന്ന CPM-ന്റെ നേർചിത്രം എന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. 4 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റുന്ന CPM-ന്റെ നെറികെട്ട രാഷ്ട്രീയം കേരളം തിരിച്ചറിയണം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ കപട രാഷ്ട്രീയത്തിനുള്ള മറുപടി ബാലറ്റിലൂടെ ജനങ്ങൾ കൊടുക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ജനങ്ങൾ അത്രത്തോളം അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയും അനുഭവിക്കാൻ അവർ ഒരുക്കമല്ല. കാരണം അവരുടെ മുന്നിലുള്ള പാഠം ബംഗാളിന്റെ പാഠമാണ്. നീണ്ട 35 വർഷക്കാലം ബംഗാൾ ഭരിച്ചു മുടിച്ച CPM അവിടെ നിന്നും നന്ദിഗ്രാമിലെ ആദിവാസികളെയും കർഷകരെയും കർഷക തൊഴിലാളികളെയും വെടിവെച്ച് വീഴ്ത്തിയ CPM ആ ഗതി കേരളത്തിന് വരാതിരിക്കാൻ, CPM-നെ അധികാരത്തിന്റെ പാതാവിൽ നിന്ന് ചവിട്ടി പുറത്താക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ സുവർണ അവസരമാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്.
കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ് ആ തെരഞ്ഞെടുപ്പിന് വേണ്ടി. എന്തായാലും എല്ലാ മത നേതാക്കന്മാരുടെ തിണ്ണ നിരങ്ങിയും മത നേതാക്കന്മാരെ ചേർത്ത് പിടിച്ചും മത നേതാക്കന്മാരുടെ നെറുകയിൽ ചുംബിച്ചും മത നേതാക്കന്മാരുടെ അരമനകളിൽ നിരങ്ങിക്കൊണ്ടും CPM വോട്ടുറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ജനാധിപത്യ കേരളം ഇതിന് എങ്ങനെ മറുപടി നൽകുമെന്ന് നമുക്ക് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ നമുക്ക് വിലയിരുത്താൻ സാധിക്കും, മനസ്സിലാക്കാൻ കഴിയും.